ബിഗ് ബോസ് വീടിനകത്ത് ഒരു വിഷയം 100 ദിവസം ഓടുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. വേറെ ആരുടെയുമല്ല. രേണുസുധിയുടെ വിഷയം. ശരിക്കും പറഞ്ഞാ ബിഗ് ബോസ് രേണുസുധിയുമായിട്ട് ഒത്തു കളിക്കുന്നുണ്ടോ? ലാലേട്ടൻ രേണുസുധിയെ നേരിട്ടാണ് ബിഗ് ബോസിലേക്ക് കെഞ്ചി വിളിച്ചു കൊണ്ടുവന്നതാണ് എന്നൊക്കെ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന പലരും പറയുന്നത് ഞാൻ കേട്ടു. പല കമന്റ്സിലും ഞാൻ കണ്ടു. എനിക്ക് അതിന്റെ വാസ്തവം അറിയത്തില്ല. ആർക്കെങ്കിലും ഇത് അറിയാമെങ്കിൽ അതൊന്ന് കമന്റിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം. പിന്നെ രേണുസുധിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല പുള്ളിക്കാരിയുടെ ആ ഒരു ഹെൽത്ത് അതെന്ന് പറയുന്നത് കണ്ടാൽ തന്നെ ആളുടെ അവസ്ഥ അറിയാം. അത് ഞാൻ ആ ഒരു ഫിസിക് വെച്ചിട്ട് ജഡ്ജ് ചെയ്ത് പറയുകയല്ല. ഓൾമോസ്റ്റ് ഇപ്പോഴും ഷൂട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാനോ, കറക്റ്റായിട്ട് വെള്ളം കുടിക്കാനോ, റെസ്റ്റ് എടുക്കാനോ സാധിക്കാറില്ല. പിന്നെ അവരുടെ പല റീൽസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് അത് അവരുടെ ഒരു കൈൻഡ് പേഴ്സണാലിറ്റിയാ. കുറച്ചധികം നല്ലൊരു കൈൻഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. രേണുസുധിയുടെ ഏറ്റവും വലിയ പാര എന്ന് പറയുന്നത് ഒപ്പം നിൽക്കുന്നവരാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർക്കെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഒരു നിലപാടോ അല്ലെങ്കിൽ രേണുസുധി എന്ന് പറഞ്ഞു കാണിക്കാൻ വേണ്ടി സുധിയുടെ പേര് നമുക്ക് മാറ്റിവെക്കാം. രേണു എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞ ഒരു നിലപാടോ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ഇഷ്ടമാണ് എന്നൊന്നും പറയാൻ സത്യത്തിൽ അവർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും പ്രേക്ഷകർ എന്ത് പറയുന്നു, കുറ്റം പറയുന്നതിന് ഓപ്പോസിറ്റ് പറഞ്ഞ് വീണ്ടും കുറ്റങ്ങൾ മേടിച്ച് വെച്ചിട്ട് അതിന് ഓപ്പോസിറ്റ് പറഞ്ഞ് അങ്ങനെയാണ് പുറത്ത് ഇത്ര നാളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ബിഗ് ബോസിനകത്ത് വന്നപ്പോഴത്തേക്കും എല്ലാവരും പ്രതീക്ഷിച്ചു ബിഗ് ബോസ് കത്തിക്കുമെന്ന്. പക്ഷെ ബിഗ് ബോസിനകത്ത് ഒരു പുക പോലും ഉണ്ടാക്കാൻ രേണുസുധിക്ക് സാധിച്ചില്ല. പക്ഷെ അക്ബറിന് രേണുസുധിയെ കൊണ്ട് അവിടെ ഒരു കത്തിക്കൽ ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അത് ലാലേട്ടൻ സംസാരിച്ചപ്പോൾ രേണുസുധി എന്നല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതങ്ങനെയാണ് വരും. കാരണം രേണുസുധി ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരുടെയും കണ്ണിൽ ഒരു കരടും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേര് വിളിച്ചപ്പോൾ, അതായത് ആ ഒരു മോശം പേര് സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞൊരു വാക്ക് അക്ബറിന്റെ വായിൽ നിന്ന് വീണപ്പോൾ അക്ബറിന് തന്നെ അതിനൊരു കുറ്റബോധം തോന്നുകയും പോയി ക്ഷമ പറയുകയും ചെയ്തു. അതിനുശേഷം രേണു അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വീണ്ടും കുറച്ചധികം അഗ്രസീവ് ആയപ്പോഴാണ് വീണ്ടും അക്ബറിന് ദേഷ്യം വന്നത്. പക്ഷെ മോഹൻലാൽ നേരിട്ട് വന്നിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുകയും അതിനൊരു ക്ഷമ പറയുകയും അക്ബറിനെ നന്നായിട്ട് ഫയർ ചെയ്യുകയും ചെയ്ത ഒരു സീൻ വന്നപ്പോഴത്തേക്കും രേണുസുധിക്ക് അതൊരു കോൺഫിഡൻസ് ആയി. പിന്നെ രണ്ടുപേരെയും കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് രേണുസുധിയെ ഏത് വിധേനയും രേണുസുധി ക്ഷമിക്കണം, രേണുസുധി ക്ഷമിച്ചാലേ തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിലനിൽപ്പുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് അക്ബറിനെ കൊണ്ടെത്തിച്ചു. പക്ഷെ അതിന്റെ പേരിൽ വാശി കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അക്ബർ വളരെ രേണു ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ തമാശയായിട്ടും അതുപോലെ തന്നെ പാട്ടൊക്കെ പാടി പിന്നെ ഒരു ചപ്പാത്തിയൊക്കെ ലവ് ചിഹ്നത്തിന്റെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി രേണു ചിച്ചിക്ക് സ്പെഷ്യലാണ് വളരെയധികം നല്ല ഒരു എന്റർടൈൻമെന്റ് തരുന്ന രീതിയിലുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറ്റി. പിന്നെ ഇതൊരു ബിഗ് ബോസ് ഷോ ആണ്. അവരുമായിട്ട് നോർമലി വഴക്കുണ്ടായപ്പോൾ അക്ബർ ദേഷ്യം കൊണ്ട് വിളിച്ചൊരു പേരായിരുന്നില്ല. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ ടാസ്കിൽ അന്നേരം അവർ പ്ലാൻ ചെയ്തൊന്നും വിളിക്കുന്നതല്ല, അപ്പൊ തന്നെ വായി തോന്നിയ ഒരു പേര്. അതിനപ്പുറം അക്ബറിന് രേണുസുധിയോട് വേറെ ദേഷ്യങ്ങളൊന്നുമില്ല. പേഴ്സണലി പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണോ അക്ബർ അത് ചെയ്തതെന്നുള്ളത് നമുക്കിപ്പോൾ ചിന്തിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തുമില്ല. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് സംഭവിച്ച അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പ്രൊമോയിൽ ഏഷ്യാനെറ്റ് പ്രൊമോയിൽ വന്ന ഒരു സംഭവം ഞാൻ പറയുകയാണെങ്കിൽ രേണു എഗെയിൻ ഓൾവേസ് രേണു എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് കണ്ണാടിയിൽ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മെഴുകാറുണ്ട്. അതൊന്നും ഗെയിമിന് പറ്റിയ കാര്യമല്ല. അത് രേണുസുധിയെ ഞാൻ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറയരുത്. അതൊരു നല്ല ഗെയിം സ്ട്രാറ്റജി അല്ല. ബിഗ് ബോസിന് പറ്റിയ ഒരു വ്യക്തി അല്ല രേണു എന്നിപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കോണ്ടന്റ്, അതായത് തന്നെ അക്ബർ ഇങ്ങനെ വിളിച്ചു, അത് ഞാൻ ഇനി ഒരു കാരണവശാലും ക്ഷമിക്കില്ല, ഇവിടുന്ന് പുറത്തിറങ്ങിയാലും ക്ഷമിക്കില്ല, ചത്താലും ക്ഷമിക്കില്ല എന്ന് പറയുന്നത് കുറച്ച് ഓവറാണ്. അത് രേണുസുധി ക്ഷമിക്കാഞ്ഞിട്ടല്ല, രേണുസുധിക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ നീതിയും കിട്ടിക്കഴിഞ്ഞു. കാരണം ലാലേട്ടൻ സംസാരിച്ചല്ലോ. അതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ രേണുവിന് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് എത്രയാണെങ്കിലും ശരി നമ്മൾ ഇതിനപ്പുറം കേട്ടിട്ടുണ്ട്. രേണുസുധി എന്തായാലും ഈ ഈ പറഞ്ഞ വാക്കിനേക്കാൾ കൂടുതൽ വൃത്തികേടുകൾ ഉറപ്പായിട്ടും പല വ്ളോഗേഴ്സും വിളിച്ചു പറയുന്നതും അവര് യൂസ് ചെയ്യുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സോ അതൊക്കെ അവർക്ക് വേണമെങ്കിൽ മാനനഷ്ടത്തിന് വരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും രേണുസുധിക്ക്. അതൊന്നും ചെയ്യാതെ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് അക്ബർ പറഞ്ഞ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് ഇത്രയും തൂങ്ങണമെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി തന്നെയാണ്. അത് കരച്ചിൽ കാർഡാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതല്ലെങ്കിൽ ഈ ഒരൊറ്റ കോണ്ടന്റേ തനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു
സ്ട്രാറ്റജി. ഏതായാലും ശരി, രേണു സുധിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് ഇനിയും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും, രേണുവിനെ എതിർപ്പുള്ളവർ പോലും, അക്ബറിനെ സപ്പോർട്ട് ചെയ്തവർ പോലും അക്ബർ വിളിച്ചത് ശരിയായില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇനി ഈ പറയുന്ന പ്രേക്ഷകരുടെ സപ്പോർട്ട് തിരിയുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഏതായാലും ശരി, ഇപ്പം ഈ രേണുവും അക്ബറും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാപ്പ് പറച്ചിലും അല്ലെങ്കിൽ രേണുവിനെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഓരോ കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് നമ്മുടെ അക്ബർ ചെയ്യുന്നതൊക്കെ ലാലേട്ടൻ ഈ വീക്കിൽ ഡിസ്കസ് ചെയ്യും. എഗെയിൻ ഈ വീക്കിൽ ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുന്ന നിമിഷവും രേണു സുധി അത് ക്ഷമ കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മിക്കവാറും ലാലേട്ടൻ പറയും, രേണുവിന് ക്ഷമിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് എന്തായാലും ശരി ഒരാൾ പുറത്തു പോകണം. രേണു എന്തായാലും അത്രയും വിഷമിച്ചിരിക്കുകയല്ലേ, ഫിസിക്കലി ഒന്നും ഓക്കെ അല്ലല്ലോ, എന്നാൽ രേണു ചേച്ചി ഇനി പൊക്കോ എന്ന് ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ സാരമില്ല, ഞാനങ്ങ് ക്ഷമിച്ചു, എല്ലാം ക്ഷമിക്കാനാണല്ലോ ഒരു അമ്മ എന്നുള്ള നിലയിൽ, ഒരു വിധവ എന്നുള്ള നിലയിൽ എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, ഞാനൊരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്. എന്തായാലും ലാലേട്ടൻ ഇത് എഗെയിൻ അഡ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയൻ പറ. ഇനി അക്ബറിനോട് ക്ഷമിക്കണോ വേണ്ടയോ? രേണു സുധി ഇപ്പോഴും പൊക്കിപ്പിടിച്ചിരിക്കുന്നത് ഇതൊരു കാർഡാണ്, ഇതൊരു ഗെയിമാണ് എന്നുള്ള എൻ്റെ ഒരു തോന്നൽ. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? കമന്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.